ഡയറി ടെക്നോളജി ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിലെ ഫസ്റ്റ് ടോപ്പിക് ഒരു ഇൻട്രൊഡക്ഷൻ ടു മിൽക്ക് ആണ്. അതുപോലെ കോമ്പോസിഷൻ ഓഫ് മിൽക്ക്, മിൽക്കിന്റെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ടു ബിഗിൻ വിത്ത് മിൽക്ക്. എന്താണ് മിൽക്ക്? നിങ്ങൾക്ക് മിൽക്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടോ? വാട്ട് ഇസ് മിൽക്ക്? So we can define milk as a complete food and it forms the staple diet for human beings. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം, സ്റ്റാർട്ടിങ് ഫ്രം വെരി സ്മോൾ കിഡ്സ്, ചെറിയ കുട്ടികൾ തൊട്ടിട്ട് ഒരുപാട് പ്രായമായിട്ട് ഓൾഡ് ഏജിലുള്ള ആൾക്കാർ വരെ ഒരു എക്സലന്റ് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മിൽക്ക്. ഓക്കെ, നമ്മുടെ എല്ലിന്റെ ബോൺസിന്റെ ശക്തിക്കാണെങ്കിലും നമ്മുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫുഡ് കമ്മോഡിറ്റി ആണ് മിൽക്ക് എന്ന് പറയുന്നത്. സോ യു ക്യാൻ സേ ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് ഫുഡ്. എന്തുകൊണ്ടാണ് മിൽക്ക് ഒരു കംപ്ലീറ്റ് ഫുഡ് ആവുന്നത് എന്നുള്ളത് വരുന്ന സ്ലൈഡുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ അക്കോർഡിംഗ് ടു FSSAI, അവര് മിൽക്കിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ദേ ടെൽ ദാറ്റ് ഇറ്റ് ഇസ് എ നോർമൽ മാമറി സെക്രീഷൻ ഡിറൈവ്ഡ് ഫ്രം കംപ്ലീറ്റ് മിൽക്കിംഗ് ഓഫ് ഹെൽത്തി മിൽക്ക്ഡ് ആനിമൽസ്. അതായത് പാല് തരുന്ന ആനിമൽസ്, നമ്മുടെ കൗ ആയിക്കോട്ടെ, ബഫലോ ആയിക്കോട്ടെ, ഇനി അതല്ല ഗോട്ട്, എന്തൊരു മിൽക്ക് ആനിമലിന്റെയും, ഒരു ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ആനിമലിന്റെയും മാമറി ഗ്ലാൻസ് എന്നുള്ള സെക്രീഷനെയാണ്. ഓക്കെ, നമ്മൾ മാമറി ഗ്ലാൻസ് എന്നുള്ള കംപ്ലീറ്റ് മിൽക്കിങ്ങിലൂടെ കിട്ടുന്ന സെക്രീഷനെയാണ് നമ്മൾ മിൽക്ക് എന്ന് പറയാം. കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ഒരു ഇലാബറേറ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ, മിൽക്ക് മേ ബി ഡിഫൈൻഡ് ആസ് എ ഹോൾ ഫ്രഷ് ക്ലീൻ ലാക്റ്റിയൽ സെക്രീഷൻ obtained by the complete milking of one or more healthy milk animals, excluding that obtained within 15 days before or 5 days after calving. ഓക്കെ, കാവ് ചെയ്തതിന്റെ ഒരു 5 days ശേഷമുള്ള മിൽക്ക്, അല്ലെങ്കിൽ അതിന്റെ 15 days മുന്നേ ഉള്ള സെക്രീഷനെയും നമ്മൾ മിൽക്ക് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഈ ഒരു 5 days പീരീഡിലുള്ള മിൽക്ക് നമ്മൾ മിൽക്കായിട്ട് കൺസിഡർ ചെയ്യാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ കൊളസ്ട്രം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, കൊളസ്ട്രം കണ്ടന്റ് നമ്മൾ ആ പശുവിന്റെ കുട്ടിക്കുള്ളതാണ്. സോ നമ്മൾ അതിനെ വി ഡോണ്ട് യൂസ് ഇറ്റ് ഫോർ അവർ ഓൺ നീഡ്സ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു 5 days പീരീഡിൽ, കാവിങ്ങിന് ശേഷമുള്ള ഒരു 5 days പീരീഡിലുള്ള മിൽക്കിനെ നമ്മൾ ഒരു മിൽക്കിന്റെ ഡെഫിനേഷനിൽ നമ്മൾ കൊടുക്കാത്തത്. വി നോട്ട് സപ്പോസ് ടു യൂസ് ദാറ്റ്. സോ അങ്ങനെയാണ് മിൽക്കിന്റെ ഡെഫിനേഷൻ ആയിട്ട് വരുന്നത്. നൗ വാട്ട് ഇസ് ദ കോമ്പോസിഷൻ ഓഫ് മിൽക്ക്? മിൽക്കിന്റെ അകത്ത് എന്തൊക്കെ കണ്ടന്റ്സ് ആണ് ഉള്ളത്? നിങ്ങൾക്ക് തന്നെ ഒരുപാട് പരസ്യങ്ങളൊക്കെ കണ്ടിട്ടും അല്ലാതെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെയാണ് മിൽക്കിലുള്ള കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ പല ഫാക്ടേഴ്സ് ഉണ്ട് മിൽക്കിന്റെ കോമ്പോസിഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എല്ലാ ഒരു ആനിമലിനെ കൺസിഡർ ചെയ്താലും അതിലൊക്കെ മിൽക്കിന്റെ കോമ്പോസിഷൻ സെയിം ആയിരിക്കില്ല. കൗ മിൽക്കിന്റെ കോമ്പോസിഷൻ ആയിരിക്കില്ല ബഫലോ മിൽക്കിൽ, അതായിരിക്കില്ല ചിലപ്പം ഗോട്ട് മിൽക്കിൽ ഉണ്ടാവുന്നത്. സോ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുന്ന പല ഫാക്ടേഴ്സ് കൊണ്ടാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഒരു പ്രത്യേക മാസത്തിൽ കിട്ടുന്ന, ഇപ്പൊ ജനുവരി ഫെബ്രുവരി കിട്ടുന്ന ഒരു കോമ്പോസിഷൻ ആയിരിക്കില്ല പിന്നെ അങ്ങോട്ട് വരുന്ന മാസങ്ങളിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു പല ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് മിൽക്കിന്റെ കോമ്പോസിഷൻ വേരി ചെയ്യും. എന്നാലും നമുക്കൊരു ജനറൽ റേഞ്ച് ഓഫ് കോമ്പോസിഷൻ ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഈ ഒരു റേഞ്ചിൽ അത് വേരി ചെയ്യുന്ന ലെവലിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. സോ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് മിൽക്കിന്റെ കോമ്പോസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. The factors that influence the chemical composition of milk are individuality of the animal. അതായത് ഓരോ ആനിമലിനും, ഓരോ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ആനിമലിനും പല കോമ്പോസിഷൻ ആയിരിക്കും ഉണ്ടാവുക. ഒരു ഫാർമർ തന്നെ നോക്കുന്ന, ഒരേ രീതിയിലുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നോക്കുന്ന പല പശുക്കൾക്കും സെയിം കോമ്പോസിഷൻ ആയിരിക്കില്ല അതിന്റെ പാലിലുണ്ടാവുക. അതിനെ ഇറ്റ് വിൽ വേരി ഫ്രം ഈച്ച് ഇൻഡിവിജ്വൽ ആനിമൽ. പിന്നെ ബ്രീഡ് മാറുന്നോറും പല ബ്രീഡ്സ് ഓഫ് കൗ അല്ലെങ്കിൽ ബഫലോസ് നമുക്കുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഗിർ അല്ലെങ്കിൽ സിന്ധി പശു എന്നൊക്കെ പറഞ്ഞിട്ട് പല ബ്രീഡ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ ഓരോ ബ്രീഡിന്റെയും കോമ്പോസിഷനും വേറെ വേറെ ആയിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സീസണൽ ആയിട്ടുള്ള വേരിയേഷൻസും ഉണ്ടാവും. ചൂടുകാലത്തോ അല്ലെങ്കിൽ വിന്ററിലോ ഒക്കെ ഉണ്ടാവുന്ന മിൽക്കിന്റെ കണ്ടന്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കോമ്പോസിഷൻ ആയിരിക്കും. ഒരു ബ്രീഡ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അനിമലിന് തന്നെ അതിൽ വേരിയേഷൻസ് കാണിക്കാം. വെദർ, അതുപോലെ അതിന്റെ പ്രായം, അതിന്റെ ഹെൽത്ത് കണ്ടീഷൻ, അതിന്റെ നമ്മൾ മാനേജ്മെന്റ് പ്രാക്ടീസ്, നമ്മൾ അതിന് കൊടുക്കുന്ന ഫുഡ്, അതിനെ നമ്മൾ കൊണ്ടുപോകുന്ന രീതി, അതെല്ലാം അതിന്റെ മിൽക്കിന്റെ കോമ്പോസിഷനെ മാറ്റിമറിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ദ സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ, ക്വാർട്ടർ ഓഫ് അഡർ. ഒരു മിൽക്ക് ആനിമൽ നമുക്കറിയാം 4 അഡേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഏത് ക്വാർട്ടറിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ മിൽക്കിന്റെ കോമ്പോസിഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി നമ്മൾ
ഇൻ ജനറൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഫ്രഷ് മിൽക്കിൽ ഏകദേശം 84 to 87% എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഓക്കെ, നമ്മൾ മിൽക്ക് എടുത്താൽ ഏറ്റവും കൂടുതൽ മിൽക്കിലുള്ളത് നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് തോന്നിയിരിക്കാം കാൽഷ്യം ആണ് കൂടുതൽ അല്ലെങ്കിൽ പ്രോട്ടീൻ, അങ്ങനെയൊന്നും അല്ല. ഏറ്റവും കൂടുതൽ മിൽക്കിലുള്ളത് വാട്ടർ ആണ്. ഓക്കെ, 84 to 87% വാട്ടർ ആണ് മിൽക്കിലുള്ളത്. അത് തന്നെ കൗ മിൽക്കിലാകുമ്പോൾ ഒരു 86% ഒക്കെയാണ് ആ റേഞ്ച്. ബഫലോ മിൽക്കിലാണെങ്കിൽ കുറച്ചുകൂടി കുറവാണ്, ഒരു 84% ഒക്കെയാണ് ബഫലോ മിൽക്കിലുള്ളത്. സോ മെയിൻലി നിങ്ങൾ നോട്ട് ചെയ്യുക പോയിന്റ്, ഏറ്റവും കൂടുതൽ മിൽക്കിലുള്ളത് വാട്ടർ ആണ്. ഒരു 84 to 87% എന്നുള്ളതാണ് ആ ഒരു റേഞ്ച്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മിൽക്കിനെ ഒരു ഓയിൽ ഇൻ വാട്ടർ ഇമൾഷൻ ആയിട്ടാണ് മിൽക്കിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഫാറ്റ് ഓയിൽ ഫോമിലാണ്. സോ മിൽക്ക് ഇസ് ഡിഫൈൻഡ് ആസ് എൻ ഇമൾഷൻ ഓഫ് ഓയിൽ ഇൻ വാട്ടർ. ഇത് പല PSC എക്സാംസിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. മിൽക്ക് ഇസ് എൻ ഇമൾഷൻ ഓഫ് ഡാഷ് ഇൻ ഡാഷ്, അല്ലെങ്കിൽ ഓയിൽ ഇൻ ഡാഷ്, അല്ലെങ്കിൽ ഡാഷ് ഇൻ വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. സോ നിങ്ങൾ പഠിച്ചു വെക്കാം, മിൽക്ക് ഇസ് എ ഇമൾഷൻ ഓഫ് ഓയിൽ ഇൻ വാട്ടർ. വെരി ഇമ്പോർട്ടന്റ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോഡ് ഇട്ട് വെക്കാം, MOW, എന്നൊരു കോഡ് വെക്കാം. മിൽക്ക് ഇസ് എൻ ഇമൾഷൻ ഓഫ് ഓയിൽ ഇൻ വാട്ടർ, MOW. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കാം. അതുപോലെ മിൽക്കിൽ വി ഹാവ് ഗോട്ട് പ്രോട്ടീൻസ്. മിൽക്കിലുള്ള പ്രോട്ടീൻ ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് കെസീൻ മോളിക്യൂൾ. മിൽക്കിലെ പ്രോട്ടീൻ എന്ന് പറയുന്നത് കെസീൻ ആണ്. മിൽക്ക് പ്രോട്ടീൻസ് കൊളോയിഡൽ സസ്പെൻഷൻ ഫോമിലാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ, മിൽക്കിൽ വി ഹാവ് ഗോട്ട് പ്രോട്ടീൻസ് ഇൻ ദ കൊളോയിഡൽ സസ്പെൻഷൻ ഫോം. അതുപോലെ ഫാറ്റ് ഇമൾഷൻ ഫോമിലാണ് ഉള്ളത്. ഓക്കെ, മിൽക്കിൽ വാട്ടർ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. മിൽക്കിലെ ഫാറ്റ് എന്ന് പറയുന്നത് അതൊരു ഇമൾഷൻ ഫോമിലും മിൽക്കിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് അതൊരു കൊളോയിഡൽ ഫോമിലുമാണ് ഉള്ളത്. അതുപോലെ മിൽക്ക് ഇസ് ആൻ ഇമൾഷൻ ഓഫ് ഓയിൽ ഇൻ വാട്ടർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നൗ കമ്മിങ് ഓൺ ടു ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് മിൽക്ക്. ഈ പറഞ്ഞ പോലെ പല ബ്രീഡ്സിനും പല ആനിമൽസിനും പല പല കോമ്പോസിഷൻ ആണ്. ഇതൊരു ജനറൽ ടേബിൾ ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. കൗ മിൽക്കിന്റെയും ബഫലോ മിൽക്കിന്റെയും നിങ്ങൾ വേറെ വേറെ പഠിക്കേണ്ടതാണ്. എനിവേസ് ഒരു ജനറൽ കോമ്പോസിഷൻ, ഇഫ് യു ആർ ആസ്ഡ് ജനറൽ ആയിട്ട് മിൽക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ടേബിൾ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് മിൽക്ക് എന്നത്. സോ ഫസ്റ്റ് വി ഹാവ് ഗോട്ട് വാട്ടർ. ഇറ്റ് ഇസ് അറൌണ്ട് 87.25%. Then we have got the dry matter. Dry matter എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള കണ്ടന്റ്സ് ഒക്കെ, അതിൽ വരുന്ന ഫാറ്റ്, പ്രോട്ടീൻ, ലാക്ടോസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഡ്രൈ മാറ്റർ എന്ന് പറയാം. സോ ഡ്രൈ മാറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടോട്ടൽ ഓഫ് 12.75% ഡ്രൈ മാറ്റർ ആണ്. ഡ്രൈ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതിലുള്ള ലാക്ടോസ്, ഫാറ്റ്, പ്രോട്ടീൻ, ആഷ്, ആ ഒരു കണ്ടന്റ്സിനെയാണ് നമ്മൾ ഡ്രൈ മാറ്റർ എന്ന് പറയുന്നത്. വാട്ടർ അല്ലാതെ സോളിഡ് ഫോമിലുള്ള മാറ്ററിനെയാണ് ഡ്രൈ മാറ്റർ എന്ന് പറയുന്നത്. സോ വാട്ടർ ഉള്ളത് 87.25% ആണ്. ഡ്രൈ മാറ്റർ ഉള്ളത് 12.75% ആണ്. ഈ ഡ്രൈ മാറ്ററിൽ തന്നെ ഫാറ്റിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 3.8 ആണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് 3.5% ആണ്. ലാക്ടോസ് എന്ന് പറയുന്നത് 4.8% ആണ്. ആഷ് കണ്ടന്റ് എന്ന് പറയുന്നത് 0.65% ആണ്. വെരി ഇമ്പോർട്ടന്റ് ടേബിൾ. ഇതിൽ ഓരോരോ കോമ്പണന്റിന്റെയും പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. വാട്ടർ ആണ് 87.25, ബാക്കിയുള്ളതൊക്കെ ഡ്രൈ മാറ്റർ, അതൊരു ടോട്ടൽ ഓഫ് 12.75. ചിലപ്പോൾ 12.5 എന്നൊക്കെ കാണാം, ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. നിങ്ങളൊരു 12.5, 12.75 ഓർത്തേക്കുക. ഈ ഡ്രൈ മാറ്ററിൽ എന്തൊക്കെയാണുള്ളത്? ഫാറ്റ്, പ്രോട്ടീൻ, ലാക്ടോസ്, ആഷ്. ഏറ്റവും കൂടുതലുള്ളത് ലാക്ടോസ് ആണ്, അതൊരു 4.8 ഉണ്ട്. പിന്നെ ഉള്ളത് 3.8. അത് രണ്ടും പഠിക്കാൻ എളുപ്പമാണ്. 4.8, 3.8. ലാക്ടോസ് 4.8, ഫാറ്റ് 3.8. പ്രോട്ടീൻ വരുന്നത് 3.5%, ആഷ് കണ്ടന്റ് വരുന്നത് 0.65%. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. പിന്നെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ടേബിൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ടേബിൾ പഠിക്കുക. അതുപോലെ നമുക്ക് കൗ മിൽക്കിന്റെയും ബഫലോ മിൽക്കിന്റെയും സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. ഞാനത് സ്ലൈഡ് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. ഞാൻ നിങ്ങൾക്ക് അത് തരാം, ഒരു ടേബിൾ ഞാൻ തരാം. നൗ കമ്മിങ് ഓൺ ടു ലാക്ടോസ്. ലാക്ടോസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടു, ലാക്ടോസ് 4.8% ആണുള്ളത്. ലാക്ടോസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്റെ ഇടയിൽ ഇതൊന്ന് കയറിപ്പോയി. ഓക്കെ, ഞാൻ ലാക്ടോസ് പറയുമ്പോൾ ഒരു പോയിന്റ് പറയാം. നൗ okay, we'll start with the last point. Milk is a good source of major minerals like calcium, phosphorus, magnesium, potassium, and many trace minerals. It also contains fat-soluble vitamins like A, D, E, and K. നമുക്കറിയാം വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ഉണ്ട്, ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ഉണ്ട്. വാട്ടർ സോളിബിൾ വൈറ്റമിൻ എന്ന് പറയുന്നത് B and C ആണ്.
ഫാറ്റ് സോളിബിൾ എന്ന് പറയുന്നത് ADEK. നിങ്ങൾക്ക് കേടാന്നോ അങ്ങനെ എന്തെങ്കിലും കോഡ് ഇട്ട് പഠിക്കാം. ഫാറ്റ് നമുക്ക് കേടാണല്ലോ, സോ കേടാന്നുള്ള ഒരു കോഡ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. സോ മിൽക്കിൽ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ആയിട്ടുള്ള ADEK അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മിനറൽസ് ലൈക്ക് കാൽഷ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, പൊട്ടാഷ്യം ആൻഡ് അതർ ട്രേസ് മിനറൽസ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഇനി നോക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ സ്ലൈഡിൽ ഇട്ടു എന്നേ ഉള്ളൂ. ഇനി വരുമ്പോൾ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. Then milk also contain water soluble vitamins. ഞാൻ പറഞ്ഞു B and C vitamins. അതിൽ തന്നെ വാട്ടർ സോൾബിൾ വൈറ്റമിൻസ് ആയിട്ടുള്ള തൈമിൻ, റൈബോഫ്ലേവിൻ, നിയാസിൻ, പാന്തോതെനിക് ആസിഡ്, പിരിഡോക്സിൻ, സൈനക്കോബാലമിൻ, വൈറ്റമിൻ സി എക്സെപ്ഷണൽ എമൗണ്ട് ആണ്, ഇല്ലാന്ന് തന്നെ പറയാം. ചെറിയ ഹീറ്റ് ലബായിൽ ആയതുകൊണ്ട് തന്നെ ചെറിയ ടെമ്പറേച്ചേഴ്സ് വരുമ്പോൾ അത് മിസ്സായി പോവും. സോ വൈറ്റമിൻ സി ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വെരി 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 ട്രേസ് എമൗണ്ട്സ് ആണ്. ഹീറ്റ് ലബായിൽ ആയതുകൊണ്ട് അതിനെ കൺസിഡർ ചെയ്യാറില്ല പലപ്പോഴും. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ഫോളിക് ആസിഡ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിൽക്ക് പ്രോട്ടീൻ കണ്ടെയ്ൻസ് ഓൾ ദ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ദാറ്റ് ആർ റിക്വയർഡ് ബൈ ഹ്യൂമൻസ്. നമുക്ക് there are two types of protein, the casein protein and whey protein. മിൽക്കിലുള്ളത് 2 ടൈപ്പ് പ്രോട്ടീൻ ആണ്. ഏറ്റവും കൂടുതലുള്ളത് കെസീൻ ആണ്, അതൊരു 80% ഉണ്ടാവും. ബാക്കി 20% മിൽക്കിലുള്ളത് വേ പ്രോട്ടീൻ ആണ്. ഓക്കെ, സോ മിൽക്കിലുള്ള മെയിൻ സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് കെസീൻ ആണ് 80%. പിന്നെ ഉള്ളത് വേ പ്രോട്ടീൻ ആണ് 20%. ഈ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ടോഗ്ലോബുലിൻ, ലാക്ടാൽബുൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഒക്കെയാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ദെൻ മിൽക്കിലുള്ള ഷുഗർ എന്ന് പറയുന്നത് ലാക്ടോസ് ആണ്. ലാക്ടോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്കറൈഡ് ആണ്. ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ലാക്ടോസ് കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് മിൽക്കിലുള്ള കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കണ്ടു ലാക്ടോസ്, പ്രോട്ടീന്, ഫാറ്റ്, ആഷ് കണ്ടൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. മിൽക്കിലുള്ള പ്രോട്ടീൻ ഏതാണ്? കെസീൻ ആണ്. പിന്നെ ചെറിയ എമൗണ്ടിൽ വേ പ്രോട്ടീൻ ഉണ്ട്. മിൽക്കിലുള്ള ഷുഗർ ഏതാണ്? ലാക്ടോസ് ആണ്. അതൊരു ഡൈസാക്കറൈഡ് ആണ്. ഗ്ലൂക്കോസിന്റെയും ഗാലക്ടോസിന്റെയും ഡൈസാക്കറൈഡ് ആണ്. സോ മിൽക്കിലുള്ള പ്രോട്ടീൻ പഠിച്ചു, മിൽക്കിലുള്ള ഷുഗർ പഠിച്ചു, പിന്നെ മിൽക്കിലുള്ള ഏതൊക്കെ വൈറ്റമിൻസ് ഉണ്ട് എന്ന് പഠിച്ചു. ഫാറ്റ് സോളിബിൾ ഉണ്ട്, വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ഉണ്ടെന്ന് പഠിച്ചു. അതിലുള്ള മേജർ മിനറൽസ് ഏതൊക്കെയാണെന്നുള്ളതും പഠിച്ചു. ഓക്കെ, നമ്മൾ കമ്മിങ് സ്ലൈഡ്സിൽ ഇതൊന്നും കൂടി ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും കൂടി രജിസ്റ്റർ ആയിട്ട് കിട്ടും. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 60% നിങ്ങൾക്ക് അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ബാക്കി നമുക്ക് കമ്മിങ് സ്ലൈഡ്സിൽ ഒന്നും കൂടി നോക്കാം. Now coming on to the nutritive value. നമ്മൾ പറഞ്ഞു മിൽക്ക് ഒരു കംപ്ലീറ്റ് ഫുഡാണ്. ഓക്കെ, നമുക്ക് ഒരു കംപ്ലീറ്റ് ഫുഡായിട്ട് തന്നെ നമ്മൾ മിൽക്കിനെ കൺസിഡർ ചെയ്യും. കാരണം അതിന്റെ ബയോളജിക്കൽ വാല്യൂ, കാരണം എന്നല്ല പല റീസൺസ് ഉണ്ട്. വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് അതിന്റെ ബയോളജിക്കൽ വാല്യൂ. മിൽക്കിന്റെ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 90% ആണ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മിൽക്കിന്റെ ബയോളജിക്കൽ വാല്യൂ ഇറ്റ് ഇസ് 90%. ഓക്കെ, സോ വാട്ട് ഇസ് ബയോളജിക്കൽ വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് അതിന് എത്രത്തോളം പ്രോട്ടീൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ഇറ്റ് ഇസ് ബയോളജിക്കൽ വാല്യൂ ഇസ് ദ മെഷർ ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് അബ്സോർബ് പ്രോട്ടീൻ ഫ്രം മിൽക്ക്. ഓക്കെ, അത് നമുക്ക് ഏകദേശം 90% പ്രോട്ടീൻ അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മളൊരു ഇറ്റ്സ് എ ഗുഡ് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയാനുള്ള മറ്റൊരു കാരണം ഇറ്റ്സ് എ ഗുഡ് സോഴ്സ് ഓഫ് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, കാൽഷ്യം, ഫോസ്ഫറസ്. നമ്മൾ കണ്ടു അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു. ബി വൈറ്റമിൻസ് ഉണ്ട്, റൈബോഫ്ലാവിൻ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങിന് വളരെ എസെൻഷ്യൽ ആണ് പ്രോട്ടീൻസ്. മിൽക്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഓഫ് പ്രോട്ടീനും ഇറ്റ് ഇസ് ഓൾസോ അവൈലബിൾ ഇൻ മിൽക്ക്, വിച്ച് ഇസ് ദ ബോൺ ഫോമിംഗ് മിനറൽസ്, ഹെൽത്ത് ഗിവിംഗ് വൈറ്റമിൻസ് ഒക്കെ, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റീസിൽ തന്നെ മിൽക്കിൽ അവൈലബിൾ ആണ്. Then the milk fat adds specific odor and palatability. Okay, then it is easily digestible. It contains calcium and phosphorus. Calcium phosphorus ratio in milk important ആണ്, 1:2 ആണ്. Okay, cap ratio Ca::P. Calcium is to phosphorus ratio 1:2 ആണ്, which is very favorable for bone development. മിൽക്ക് പുവർ സോഴ്സ് ആണ്. ഒരു മൈക്രോ എലമെന്റേ പറയുന്നുള്ളൂ, അതിൽ അയേൺ ആണ്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇറ്റ് ഇസ് എ പുവർ സോഴ്സ് ഓഫ് അയേൺ. Then നമ്മൾ പഠിച്ചു നേരത്തെ മിൽക്കിലുള്ള ഷുഗർ ആണ് ലാക്ടോസ്. ഷുഗേഴ്സ് ഗിവ് യു എനർജി, സോ ലാക്ടോസ് പ്രൊവൈഡ് എനർജി ടു യുവർ ബോഡി. Milk also contains significant amount of essential fatty acids and provide smooth texture to the products. Okay, fatty acids ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു സ്മൂത്ത് ടെക്സ്ചറും മിൽക്കിന് ഉണ്ട്. Now we are going on to the different percentage of fat and SNF. ഇതിങ്ങനെ എടുത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിൽക്ക് ഒന്നും സിലബസിൽ പറഞ്ഞിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ്. ദർ ആർ ചാൻസസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചെണ്ണം ഒരു ടേബിൾ ഫോമാറ്റിൽ കൊടുത്തിട്ട് കൗ മിൽക്കിന്റെയും ബഫലോ മിൽക്കിന്റെയും എന്തായാലും പഠിക്കുക. Then if you're able to memorize, ബാക്കിയോട് പഠിച്ചാൽ നല്ലതാണ്. ബട്ട് ഇഫ് യു കാൺട്ട്, അറ്റ്ലീസ്റ്റ് ഗോ ഫോർ കൗ മിൽക്ക് ആൻഡ് ബഫലോ മിൽക്ക്. അത് രണ്ടുമെങ്കിലും പഠിച്ചു വെക്കുക. കൗ മിൽക്കിൽ 3.5% ആണ് ഫാറ്റ് കണ്ടന്റ്.
അതുപോലെ ബഫലോ മിൽക്കിൽ 5% ഓഫ് ഫാറ്റ് കണ്ടന്റ് ഉണ്ട്. വെരി ഇമ്പോർട്ടന്റ്. ബഫലോ മിൽക്കിൽ 5% ഫാറ്റ് ആണ്. നമുക്കറിയാലോ ബഫലോ മിൽക്കിന് കുറച്ചുകൂടി കൊഴുപ്പുണ്ട്, പശുവിൻ പാലിനെക്കാട്ടും കൊഴുപ്പുണ്ട്. സോ ഇറ്റ് ഹാസ് ഗോട്ട് 5% ഫാറ്റ്. കൗ മിൽക്കിൽ അത് 3.5% മാത്രമാണ്. SNF അതായത് സോളിഡ് നോട്ട് ഫാറ്റ്, ഫാറ്റ് അല്ലാത്ത ബാക്കി സോളിഡ്സ് എന്ന് പറയുന്നത് കൗ മിൽക്കിൽ 8.5% ആണ്, ബഫലോ മിൽക്കിൽ 9% ആണ്. ഈ ഒരു രണ്ട് കോളം, ഈ രണ്ട് റോ എന്തായാലും നിങ്ങൾ പഠിക്കുക. പറ്റുമെങ്കിൽ ബാക്കി കൂടെ പഠിക്കുക. ഗോട്ട് മിൽക്കിൽ 3.5% ഫാറ്റ്, SNF എന്ന് പറയുന്നത് 9% ആണ്. ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, പല ടൈപ്സ് ഓഫ് മിൽക്ക് ഉണ്ട്. റീകമ്പൈൻഡ് മിൽക്ക്, റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്സ് ഉണ്ട്. നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് മിൽക്ക് സിലബസിൽ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പറ്റുമെങ്കിൽ മാത്രം ടോണ്ടും ഡബിൾ ടോണ്ടും കൂടി നിങ്ങൾ പഠിക്കുക. 3% ഫാറ്റ് ആണ് ടോണ്ട് മിൽക്കിലുള്ളത്, 8.5% ആണ് SNF-ലുള്ളത്. ഡബിൾ ടോണ്ടിലാണെങ്കിൽ 1.5% ഫാറ്റ് ആണ്, 9% SNF ആണ്. ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർത്തു വെക്കുക. ഇനി അറ്റ്ലീസ്റ്റ് ഈ ഐസ്ക്രീം, ഗീ, മിൽക്ക് പൗഡർ ഒക്കെ നമ്മൾ ബൈ പ്രൊഡക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് പഠിക്കാം. ഇവിടെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അവിടെ ഒന്നുകൂടി ഒരു റിവിഷൻ ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ തന്നെ ആഡ് ചെയ്തത്. അത് ഇവിടെ പഠിച്ചു പോയാൽ വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾക്ക് അപ്പൊ ഒന്നും കൂടി അത് റിവൈസ് ചെയ്യാം. ഓക്കെ, ഐസ്ക്രീമിൽ 10% ഫാറ്റ് ഉണ്ട്. ഗീല് 99.5%ഉം ഗീല് ഫാറ്റ് ആണ്. ഓക്കെ, മോയ്സ്ചർ കണ്ടന്റ് ഇൻ ഗീ എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്, 0.5%. മിൽക്കില് ഗീല് മോയ്സ്ചർ വന്നാൽ അതൊരു ആൻസിഡ് ആയി പോകും. ഇപ്പം നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം അത് എത്രത്തോളം മോയ്സ്ചർ കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. നമ്മൾ ഗീ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന്റെ മോയ്സ്ചർ ഫുൾ കളഞ്ഞുകൊണ്ടാണ് ഗീ ഉണ്ടാക്കുന്നത്. സോ ഏറ്റവും കുറവ് പെർസെന്റേജ് ഗീ മോയ്സ്ചർ മാത്രമേ ഗീയിലുള്ളൂ എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആലോചിച്ചാൽ തന്നെ ആ ആൻസർ കിട്ടും. 0.5% ഉള്ളൂ എന്ന് പഠിക്കാൻ പറ്റും. അതുപോലെ ഐസ്ക്രീമിൽ ടോട്ടൽ സോളിഡ്സ് വരുന്നത് 36% ആണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ്. ഞാൻ ഐസ്ക്രീമും ഗീയും ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും പിന്നെ പഠിക്കല്ലോ എന്ന് വിചാരിച്ചാണ് അത് പഠിക്കേണ്ടെന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ തന്നെ പഠിച്ചു പോയാൽ നല്ല കാര്യം. ഓക്കെ, കൗ മിൽക്ക്, ബഫലോ മിൽക്ക്, ടോണ്ട്, ഡബിൾ ടോണ്ട്, ഐസ്ക്രീം, ഗീ, ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിക്കാം. ഇനിയിപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കൂടി ലോഡായി തോന്നുകയാണ്, ഒരു സബ്ജക്റ്റിലേക്ക് എൻട്രി ചെയ്തില്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പം കൗ മിൽക്കും ബഫലോ മിൽക്കും പഠിച്ചിട്ട് പോവാം. പിന്നെ ബാക്കിയുള്ളത് എന്തായാലും പഠിക്കുക. നൗ നമുക്ക് മിൽക്കിലെ കോൺസ്റ്റിറ്റ്യുവൻസ് നോക്കാം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് എന്തൊക്കെയാന്ന് നമ്മൾ വെറുതെ പറഞ്ഞുപോയി. ബാക്കി ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിന്റെയും ഡീറ്റെയിലേക്ക് പോവാം. ഇഫ് യു ക്യാൻ റീകലക്ട്, ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതലുള്ളത് വാട്ടർ ആണെന്ന് പറഞ്ഞു. ഒരു 87%ഓളം, ഒരു 84 to 87 എന്നുള്ള പെർസെന്റേജിൽ വാട്ടർ ആണുള്ളത് എന്ന് പറഞ്ഞു. സോ വാട്ടർ ഇസ് ദ മീഡിയം ഇൻ വിച്ച് ഓൾ ദ അതർ കോമ്പണൻസ് ഓഫ് മിൽക്ക്, ബാക്കി സോളിഡ്സ് ഒക്കെ ഈ വാട്ടറിൽ ഏതർ ഡിസോൾവ്ഡ് ഫോമിൽ അല്ലെങ്കിൽ സസ്പെൻഡഡ് ഫോമിലാണ് ബാക്കി സോളിഡ്സ് ഒക്കെ മിൽക്കിലുള്ള ബാക്കി സോളിഡ്സ് ഒക്കെ ഇരിക്കുന്നത്. സോ ഈ വാട്ടറിന്റെ പെർസെന്റേജ് തന്നെ നേരത്തെ നമ്മൾ പഠിച്ചു 84 to 87% ആണ്. അത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. കൗ മിൽക്കിനും ബഫലോ മിൽക്കിനും ഡിഫറെന്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കമേഴ്ഷ്യലി മിൽക്കിൽ ഈ ഒരു പെർസെന്റേജ്, ഓക്കെ, നിങ്ങളൊരു 84 to 87 എന്നുള്ളൊരു റേഞ്ച് പഠിച്ചാൽ മതി. ആൻഡ് ദെൻ അത്രയും കാര്യങ്ങളാണ് വാട്ടറിൽ പറയുന്നത്. Now moving on to fat. Milk fat, though quite bland in taste, imparts richness or smoothness to fat-containing dairy product. Okay, fat ആണ് മിൽക്കിന്റെ ആ ഒരു റിച്ച്നെസ് കൊടുക്കാനും സ്മൂത്ത്നെസ് കൊടുക്കാനൊക്കെ കാരണം മിൽക്കിൽ ഫാറ്റ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഫാറ്റ് ഇസ് ദ മോസ്റ്റ് വേരിയബിൾ കോമ്പണന്റ് ഓഫ് മിൽക്ക്. അപ്പൊ നമ്മൾ പഠിച്ചില്ലേ നേരത്തെ, ബഫലോ മിൽക്കിൽ 5% ഉണ്ടായിരുന്നു, കൗ മിൽക്കിൽ 3.5% ഉണ്ടായിരുന്നു. മിൽക്കിന്റെ ആ ഒരു ക്വാളിറ്റി തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഫാറ്റ് കണ്ടന്റ് വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പല മിൽക്സും അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ തന്നെ നോക്കിയാൽ അറിയാം, ഒരു പല കളർ കവറുകളിൽ മിൽമ അവൈലബിൾ ആണ്. ഒരു ഗ്രീൻ കളറിൽ യെല്ലോ കളർ പാക്കറ്റ്സ് ഉണ്ട്, ഓറഞ്ച് കളർ പാക്കറ്റ്സ് ഉണ്ട്, ബ്ലൂ കളർ പാക്കറ്റ്സ് ഉണ്ട്, ഡാർക്ക് ബ്ലൂ കളർ പാക്കറ്റ് ഉണ്ട്. ഇതിന്റെയൊക്കെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഫാറ്റ് കോമ്പോസിഷൻ ആയിരിക്കും. പല ടോണ്ട് മിൽക്ക് ആവാം, ഡബിൾ ടോണ്ട് മിൽക്ക് ആവാം. അപ്പൊ ഇതൊക്കെ വേരി ചെയ്യുന്നത് അതിന്റെ ഫാറ്റ് കണ്ടന്റ് ബേസിസിലാണ്. സോ ഈ ഫാറ്റ് എന്ന് പറയുന്നതാണ് മിൽക്കിന്റെ കോമ്പോസിഷനിൽ ഏറ്റവും വേരിയബിൾ ആയിട്ട് വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. ദ ആവറേജ് സൈസ് ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾ ഇൻ ബഫലോ മിൽക്ക് ഇസ് ലാർജർ. ബഫലോ മിൽക്കിൽ ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സൈസ് ഏകദേശം ഒരു 4.15 to 4.6 മൈക്രോമീറ്റേഴ്സിന് ഇടയിലായിട്ട് വരും. ആൻഡ് ദാറ്റ് ഫോർ കൗ മിൽക്ക് ഇസ് 3.36 to 4.15 മൈക്രോമീറ്റർ. സോ ഇത്രയും ലാർജ് സൈസിലാണ് ഫാറ്റ് മോളിക്യൂൾസ് ഡിസ്പേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്, ഇമൾഷൻ ഫോമിൽ ഡിസ്പേഴ്സ് ആയിരിക്കുന്നത്. സോ നമ്മൾ ഇതിനെ ഹോമോജനൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി പഠിക്കും, വരുന്ന ക്ലാസ്സുകൾ നമ്മൾ പഠിക്കും. ഹോമോജനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഫാറ്റുള്ള മോളിക്യൂൾസിന്റെ സൈസിനെ, ഫാറ്റ് മോളിക്യൂൾസിന്റെ സൈസ് നമ്മൾ ലെസ് ദാൻ 2 മൈക്രോണിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഹോമോജനൈസേഷൻ.
കൂടുതൽ യൂണിഫോമിറ്റി ഓഫ് യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഹോമോജനൈസേഷൻ ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് ഫാറ്റ് റിഗാർഡിംഗ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഉള്ളതാണ് ലാക്ടോസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു മിൽക്കിൽ ഉള്ള ഷുഗർ ആണ് ലാക്ടോസ്. ലാക്ടോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്കറൈഡ് ആണെന്ന് പഠിച്ചു. അതിൽ ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ലാക്ടോസ് കിട്ടുന്നത് എന്ന് പറഞ്ഞു. മിൽക്കിലുള്ള മേജർ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നതും ഈ മിൽക്ക് ഷുഗർ ആയിട്ടുള്ള ലാക്ടോസ് ആണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത് ബഫലോ മിൽക്ക് യൂഷ്വലി കണ്ടെയ്ൻ ലാക്ടോസ് ഇൻ ദ റേഞ്ച് ഓഫ് 4.7 to 5%, while cow milk has slightly lower amount of lactose in the range of 4.5 to 4.8%. ആ ഒരു റേഞ്ചസും പഠിച്ചു വെക്കാം. ഇനി ചെറിയ കുട്ടികൾക്ക് നമ്മൾ സാധാരണ പാല് കൊടുക്കാറില്ല. പശുപാലൊക്കെ വളരെ ചെറിയ ന്യൂ ബോൺ ബേബീസിനൊന്നും നമ്മൾ പശുപാലൊന്നും കൊടുക്കാറില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബേബീസ് വിൽ ഹാവ് എ ഇഷ്യൂ കോൾഡ് ലാക്ടോസ് ഇൻടോളറൻസ്. ബേബീസിന് മാത്രമല്ല ചില അഡൾട്ട്സിലും പാല് അവർ യൂസ് ചെയ്യാറില്ല. പാല് അവർക്ക് അലർജിക് ഒക്കെ ആയിരിക്കും. ദിയർ ബോഡീസ് ഡോണ്ട് ഹാവ് ദ എബിലിറ്റി ടു ഡൈജസ്റ്റ് മിൽക്ക്. സോ അങ്ങനത്തെ ഒരു കേസിനെ നമ്മൾ പറയുന്നതാണ് ലാക്ടോസ് ഇൻടോളറൻസ്. അതായത് അവരുടെ ബോഡിയിൽ ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യേണ്ട എൻസൈം ആയിട്ടുള്ള ലാക്ടേസ് ഉണ്ടാവില്ല. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റും കൂടി ഇവിടെ ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു ലാക്ടോസിന്റെ സ്ട്രക്ചർ. അത് ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടി ജോയിൻ ചെയ്തിട്ട് വരുന്ന ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു ഡൈസാക്കറൈഡ് ആണ് ഗ്ലൂക്കോസും ഗാലക്ടോസും ആണെന്നുള്ളത് അറിഞ്ഞിരുന്ന. നൗ കമ്മിങ് ടു ദ മിൽക്ക് പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞു മിൽക്ക് പ്രോട്ടീൻ ഏതൊക്കെയാണ്? കെസീനും ഉണ്ട്, വേ പ്രോട്ടീനും ഉണ്ട്. അതിൽ കെസീൻ ആണ് ഒരു 80%, കെസീൻ ആണ്. ബാക്കി ഒരു 20% നമ്മൾ ഈ പറഞ്ഞ വേ പ്രോട്ടീൻ ഉള്ളൂ. കെസീനെ പറ്റി നോക്കുകയാണെങ്കിൽ, typical of milk protein, casein displays a distinctive structure as well as physical, biological, and nutritional property. These exist in milk as particle called casein micellae. Micellae forms ആണ് casein ഉള്ളത്, which are made up of calcium phosphate and casein compound. Very small proportion of casein is also present in soluble form. Caseins are very heat stable. In fresh milk, casein is held in colloidal suspension form. Casein contributes in a big way to the viscosity and white color of milk. Okay, മിൽക്കിന്റെ വെള്ള കളറിന് കൊടുക്കുന്ന ഒരു ഏജന്റ് എന്ന് പറയുന്നത് കെസീൻ ആണ്. അതുപോലെ തന്നെ മിൽക്കിനെ വിസ്കസ് ആക്കുന്നത് കെസീൻ ആണ്. കെസീന്റെ ഒരു ചെറിയ എമൗണ്ട് എന്ന് പറയുന്നത് സോളിബിൾ ഫോമിൽ പ്രസന്റ് ആണ്. അത് വളരെ ഹീറ്റ് സ്റ്റേബിൾ ആണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ടത് മിൽക്കിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് കെസീൻ ആണ്. അതൊരു 80%, മിൽക്കിന്റെ പ്രോട്ടീനിലെ 80% കെസീൻ ആണെന്നുള്ള കാര്യങ്ങൾ പഠിക്കുക. ദെൻ കൊളോയിഡൽ സസ്പെൻഷൻ ഫോമിലാണ് അത് മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ളതൊന്നും കൂടി പഠിക്കാം. ദെൻ കമ്മിങ് ടു ദ വേ പ്രോട്ടീൻ. നേരത്തെ പറഞ്ഞു 20% മാത്രമേ വേ പ്രോട്ടീൻ ഉള്ളൂ. ഇറ്റ് ഇസ് എ ഗ്രീനിഷ് യെല്ലോ ക്ലിയർ ലിക്വിഡ് ദാറ്റ് സെപ്പറേറ്റ്സ് ഔട്ട് ഓഫ് മിൽക്ക് ആഫ്റ്റർ precipitation of casein at pH 4.6 and it is called whey. നമ്മൾ ചീസ് പ്രിപ്പറേഷനിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് വേ എന്ന് പറയുന്നത്. അതിന്റെ pH എന്ന് പറയുന്നത് 4.6 ആണ്. ഈ വേ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. ദർ വാട്ടർ സോളിബിൾ ഇൻ നേച്ചർ. ദർ ഓൾസോ പ്രോൺ ടു ഹീറ്റ് ഡീനാച്ചുറേഷൻ. നമ്മൾ ഒരുപാട് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ സംഭവിക്കും ഈ വേ പ്രോട്ടീൻസിൽ. Then this denaturation increases the water holding capacity. Then finally the whey proteins, they have good gelling and whipping properties. Okay, ഈ whey proteins നല്ല gelling property, whipping properties ഉണ്ട്. Now the average range of whey protein in buffalo milk is found to be in between 0.7 to 0.74%, and that for cow milk is 0.5 to 5.3%. whey proteins തന്നെ ബീറ്റ ലാക്ടോ ഗ്ലോബുലിൻസും ആൽഫ ലാക്ടാൽബുമിൻസും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വേ പ്രോട്ടീനിൽ പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ മേജർ കോമ്പണൻസ് ഒക്കെ പഠിച്ചു. നമ്മൾ ലാക്ടോസ് പഠിച്ചു, പ്രോട്ടീൻസ് പഠിച്ചു, വാട്ടറിനെ പറ്റി പഠിച്ചു, ഫാറ്റിനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് മൈനർ കോമ്പണൻസ് അല്ലെങ്കിൽ മൈക്രോ കോമ്പണൻസ്, ചെറിയ എമൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മിൽക്കിലുള്ളത് നോക്കണം. നമുക്ക് വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഈ വൈറ്റമിൻസും മിനറൽസും ഏതാന്നുള്ളതും കൂടി നമുക്ക് നോക്കിയിട്ട് പോവാം. Vitamins, they are organic substances that are essential to the normal life processes but cannot be synthesized by the body. Milk is a good source of vitamin. Already നമ്മൾ പറഞ്ഞു fat soluble vitamins ആയിട്ടുള്ള A, D, E and K ഉണ്ട്. And then let's see what else is there. As milk fat is an important dietary source of vitamin A, low fat products are normally supplemented with this vitamin. The content of vitamin D, which also aid in the absorption of calcium, is influenced by the feed of animals. Milk is a fair source of vitamin E. It is also a good source of water-soluble B vitamins such as thiamine, riboflavin, niacin,
pantothenic acid, pyridoxine, and cyanocobalamin. Okay. Milk is, however, a poor source of vitamin C, that is ascorbic acid. The little quantity of vitamin C that is present in raw milk is very heat labile and easily destroyed by pasteurization. കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ വൈറ്റമിൻസും മിൽക്കിൽ അവൈലബിൾ ആണ്. ഏറ്റവും കുറഞ്ഞ അളവിലുള്ള വൈറ്റമിൻ സി നമുക്ക് ഇല്ലാന്ന് തന്നെ പറയാം, കാരണം അത് വളരെ ഹീറ്റ് ലെവലാണ്. ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ റിഗാർഡിംഗ് ആയിട്ട് പറയാനുള്ളത്. ഇതിൽ ഞാൻ ഡീറ്റെയിൽ ടേബിൾ കൊടുത്തിട്ടുണ്ട്. കൗ മിൽക്കിന്റെയും ബഫലോ മിൽക്കിന്റെയും വൈറ്റമിൻ ഡിസ്ട്രിബ്യൂഷൻ. അറ്റ്ലീസ്റ്റ് വൈറ്റമിൻ എ നോക്കി വെക്കാം, 28 മൈക്രോഗ്രാംസ് ആണുള്ളത് കൗ മിൽക്കിൽ. അതുപോലെ ബഫലോ മിൽക്കിൽ വൈറ്റമിൻ എ എന്ന് പറയുന്നത് 53 മൈക്രോഗ്രാംസ് ആണ്. ബാക്കിയൊക്കെ നിങ്ങൾ പഠിക്കേണ്ട, അറിഞ്ഞിരിക്കാൻ വേണ്ടി ആഡ് ചെയ്തേ ഉള്ളൂ. Now moving on to the minerals. All 22 minerals considered essential to the human diet are present in milk. Milk is an important source of dietary calcium, magnesium, phosphorus, potassium, selenium, and zinc. Milk contains very small amount of copper, iron, manganese, and sodium. Other minerals such as aluminum, boron, zinc, cobalt, iodine, fluorine, molybdenum, nickel, lithium, barium, strontium, and silica are also present in milk, but in minute amounts. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി 2-3 മൈക്രോ എലമെന്റ്സും കൂടി മിൽക്കിലുണ്ട്. ലാക്ടോഫെറിൻ, ലാക്ടോപെറോക്സിഡേസ്, ലൈസോസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വളരെ ട്രേസ് അമൗണ്ട്സ് ആണ്, നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഉണ്ടെന്ന് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. Now that's regarding the chemical composition of milk. കുറച്ച് ന്യൂമറിക്കൽസ് പഠിക്കാനുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രജിസ്റ്റർ ആവുള്ളൂ. ഓൾറെഡി ചിലപ്പോൾ അറിയുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും സിമ്പിൾ ആയിട്ട് വിടരുത്. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ കോമ്പോസിഷൻ ഓഫ് മിൽക്കിലുള്ളത്. ആ ന്യൂമറിക്കൽസ് ഒക്കെ രജിസ്റ്റർ ആവുന്നവരെ നിങ്ങൾ റിപ്പീറ്റ്, എക്സാം വരെ നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. Now let's move on to the properties of milk. മിൽക്കിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ച കോംപ്ലക്സ് ബയോളജിക്കൽ ഫ്ലൂയിഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 7 മെയിൻ കോമ്പണൻസ്: വാട്ടർ, ഫാറ്റ്, പ്രോട്ടീൻ. കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മിൽക്കിന്റെ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ലിക്വിഡ്, ഇറ്റ്സ് എ ഫ്ലൂയിഡ്. ഓക്കെ, മിൽക്ക് ഇസ് എ വൈറ്റ് ഒപ്പേക്ക് ഫ്ലൂയിഡ് ആണ്. അതിൽ ഫാറ്റ് ഇമൾഷൻ ഫോമിലാണ് നമ്മൾ പഠിച്ചു. പ്രോട്ടീനും കുറച്ച് എമൗണ്ട് ഓഫ് മിനറൽ മാറ്ററും കൊളോയിഡൽ സസ്പെൻഷൻ ഫോമിലാണെന്ന് പറഞ്ഞു. ലാക്ടോസ് ടുഗദർ വിത്ത് സം മിനറൽസ് ആൻഡ് സോളിബിൾ പ്രോട്ടീൻസ് അതൊരു ട്രൂ സൊല്യൂഷൻ ഫോമിലാണെന്ന് നമ്മൾ പഠിച്ചു. മിൽക്കിന്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ടു യെല്ലോ കളർ ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കെരോട്ടിൻ കണ്ടന്റ്. കെരോട്ടിൻ കണ്ടന്റ് മാത്രമല്ല, കുറച്ച് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, അതിന്റെ സ്കാറ്ററിംഗ് കൂടി അതിന്റെ കളർ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ദെൻ നമ്മൾ മിൽക്കിന്റെ ഫ്ലേവറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇറ്റ് ഇസ് ഗോട്ട് എ പ്ലസന്റ് സ്ലൈറ്റ്ലി സ്വീറ്റ് ടേസ്റ്റ്. നമുക്കറിയാം ചെറിയ എമൗണ്ട് ഓഫ് ഷുഗേഴ്സ് ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയ സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഓർഡറും മിൽക്കിനുണ്ട്. നമ്മൾ അത് ഇറ്റ്സ് എൻ എക്സലന്റ് സോഴ്സ് ഓഫ് കാൽഷ്യം, ഫോസ്ഫേറ്റ്സ് ആൻഡ് റൈബോഫ്ലാവിൻ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. Let's see the details of the physicochemical properties of milk. So first of all, milk in the physical state. Physical state എന്താണ്? You already know. We have got water in the continuous phase in which other constituents are dissolved or suspended. വാട്ടറിൽ ബാക്കി കോൺസ്റ്റിറ്റ്യൂൻസ്, നമ്മുടെ ഫാറ്റ് ആണെങ്കിലും ഷുഗേഴ്സ് ആണെങ്കിലും പ്രോട്ടീൻസ് ആണെങ്കിലും അത് ഏതർ ഡിസോൾവ് ഫോം അല്ലെങ്കിൽ സസ്പെൻഡഡ് ഫോമിൽ ഈ വാട്ടറിൽ പ്രസന്റ് ആണെന്ന് പഠിച്ചു. അതിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് രജിസ്റ്റർ ആവാൻ വേണ്ടിയിട്ടാണ്. പ്രോട്ടീനും മിനറലും കൊളോയിഡ് ഫോമിലും ഫാറ്റ് ഒരു ഇമൾഷൻ ഫോമിലുമാണ് നമ്മൾ പഠിച്ചു. ആൻഡ് ഇൻ ടോട്ടൽ മിൽക്ക് ഇസ് എൻ ഇമൾഷൻ ഓഫ് ഓയിൽ ഇൻ വാട്ടർ എന്ന് നമ്മൾ പഠിച്ചു. So that is regarding the physical state of milk. Now coming on to the color and optical property. Milk appears turbid and opaque owing to the light scattering by fat globules and casein micellase. So മിൽക്കിന്റെ ഒരു കളർ വരുന്നത് അതിന്റെ സ്കാറ്ററിംഗ് പ്രോപ്പർട്ടീസ് കാരണമാണ്. The optical properties are influenced by the manner of scattering of light by the molecule. ഈ main reason for the color of milk is due to the scattering. പക്ഷെ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ വേറൊരു കോമ്പണന്റ് കൂടി കാണാറുണ്ട്. അതിലെ കെരോട്ടിൻ കണ്ടന്റ് അല്ലെങ്കിൽ ബീറ്റ കെരോട്ടിൻ, which is the carotenoid, which is a precursor of vitamin A. It is responsible for the creamy color of cow milk. The greenish tinge in whey is due to the presence of riboflavin. സോ ആ ഒരു പോയിന്റ് കൂടി നമ്മൾ കളർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ലൈഡ് ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. യെസ്, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ മിൽക്കിന്റെയും കളർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു പോയിന്റ് ഇവിടെ പഠിക്കാം. നമ്മൾ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് കാരണം അല്ലെങ്കിൽ നമ്മുടെ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ ദി മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ ഫാറ്റ് ഗ്ലോബ്യൂൾസിൽ വരുന്ന ലൈറ്റിന്റെ സ്കാറ്ററിംഗ് കാരണമാണ് ചെറിയൊരു യെല്ലോ ടിഞ്ച് മിൽക്കിന് വരുന്നത്. അതുകൂടാതെ തന്നെ അതിലുള്ള കെരോട്ടിൻ കണ്ടന്റ് കാരണം കൂടി മിൽക്കിന്
ഒരു യെല്ലോ ടിഞ്ച് വരുന്നുണ്ടെന്ന് പഠിക്കാം. വേ പ്രോട്ടീൻസിന് ഒരു ഗ്രീനിഷ് ടിഞ്ച് വരാനുള്ള കാരണം അതിലുള്ള റൈബോഫ്ലാവിൻ ആണെന്ന് പഠിക്കാം. പിന്നെ നമുക്ക് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിൽ പഠിക്കാനുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മിൽക്ക് ആണ്. അതൊരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആണ്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1.3440 ടു 1.3485 അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പഠിക്കാം. ഓക്കെ, സോ ഇഫ് യു ആർ ആസ്ഡ് അബൌട്ട് ദ കളർ ഓഫ് മിൽക്ക്, അതിനൊരു യെല്ലോയിഷ് ക്രീമി വൈറ്റ് ടു ക്രീമി വൈറ്റ് കളർ ആണുള്ളത്. കളറിന് കാരണങ്ങൾ നമ്മൾ പഠിച്ചു, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും അതിന്റെ കെരോട്ടിൻ കണ്ടന്റും ഒക്കെ പഠിച്ചു. ചെറിയ അമൗണ്ടിൽ സാന്തോഫിൽസും പ്രസന്റ് ആണ്. അതൊന്നും സാധാരണ ചോദിച്ചു കാണാറില്ല. ഈ ഒരു രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ദെൻ കൊളോയിഡൽ കെസീൻ പാർട്ടിക്കിൾസിന്റെ സ്കാറ്ററിംഗ്, ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സ്കാറ്ററിംഗ് ആണെന്നുള്ളതും പഠിക്കാം. ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂസും പഠിക്കാം. സോ ദാറ്റ് ഇസ് റിഗാർഡിംഗ് കളർ ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ pH ഓഫ് മിൽക്ക്. മിൽക്കിന്റെ നോർമൽ ഫ്രഷ് കൗ മിൽക്കിന്റെ pH നോക്കുകയാണെങ്കിൽ 6.4 ടു 6.6 ആണ്. ഈ അസിഡിറ്റി തന്നെ മിൽക്കിൽ രണ്ട് ടൈപ്പ് അസിഡിറ്റി ഉണ്ട്. നാച്ചുറൽ അസിഡിറ്റി ഉണ്ട്, ഡെവലപ്ഡ് അല്ലെങ്കിൽ റിയൽ അസിഡിറ്റി എന്നും പറയും. അപ്പൊ ഈ നാച്ചുറൽ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കെസീന് കാരണം അല്ലെങ്കിൽ ആസിഡ് ഫോസ്ഫേറ്റ്സ് സിട്രേറ്റ്സ് ഒക്കെ കാരണമുള്ള അസിഡിറ്റിനെയാണ് നമ്മൾ നാച്ചുറൽ അസിഡിറ്റി എന്ന് പറയുന്നത്. ഈ ഡെവലപ്ഡ് അല്ലെങ്കിൽ റിയൽ അസിഡിറ്റി എന്ന് പറയുന്നത് ലാക്ടിക് ആസിഡ് കാരണം, ബാക്ടീരിയൽ ആക്ഷൻ കാരണം വരുന്ന അസിഡിറ്റി, ഫെർമെന്റേഷൻ ഒക്കെ നടക്കുമ്പോഴുള്ള അസിഡിറ്റി ഇല്ലേ, അതിനെയാണ് നമ്മൾ ഡെവലപ്ഡ് അല്ലെങ്കിൽ റിയൽ അസിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഈ pH ഓഫ് കൗ മിൽക്ക് ആൻഡ് ബഫലോ മിൽക്ക് പഠിക്കണം. pH ഓഫ് കൗ മിൽക്ക് എന്ന് പറയുന്നത് 6.4 ടു 6.6 ആണ്. ബഫലോ മിൽക്ക് എന്ന് പറയുന്നത് 6.7 ടു 6.8 ആണ് pH എന്ന് പറയുന്നത്. ഇനി ഇതിൽ കൂടുതലായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള pH വാല്യൂസ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് അഡർ ഇൻഫെക്ഷൻ, മാസ്റ്റിറ്റിസ് എന്ന് പറഞ്ഞാൽ അകിടുവീക്കം എന്നൊക്കെ കേട്ടിട്ടില്ലേ. സോ അങ്ങനത്തെ പ്രോബ്ലംസിന്റെ ഒക്കെ ഇൻഡിക്കേഷൻ ആണ് ഹയർ വാല്യൂസ് ഓഫ് pH എന്ന് പറയുന്നത്. ഈ ലോവർ വാല്യൂ ഓഫ് pH എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ആക്ഷന്റെ ഇൻഡിക്കേഷൻ ആണ്. നിങ്ങൾ ഈ pH വാല്യൂസ് എന്തായാലും പഠിച്ചു വെക്കുക. നൗ ലെറ്റ്സ് ഗോ ഓൺ ടു ദ ഡെൻസിറ്റി. ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി രണ്ടും റിലേറ്റഡ് ആണ്. മാത്രമല്ല ഈ അസിഡിറ്റി ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം. അസിഡിറ്റി പല ഫാക്ടേഴ്സിനെയും എഗെയിൻ ഡിപ്പെൻഡ് ചെയ്യും. അത് സ്പീഷീസിനെയും അതിന്റെ ബ്രീഡിന്റെ സ്റ്റേജ് ഓഫ് ലാക്ടേഷനൊക്കെ അസിഡിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ അതുപോലെ SNF കണ്ടന്റ് ഒക്കെ കൂടുമ്പോഴും അസിഡിറ്റി കൂടും. ആ ഒരു കാര്യങ്ങൾ കൂടി അവിടെ മനസ്സിലാക്കി പോവാം. Now let's see about the density and specific gravity. Density നമുക്കറിയാം, അതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ മാസ് ബൈ വോളിയം. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാം, ഇറ്റ് ഇസ് ദ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. സോ നമുക്ക് ഓൾറെഡി എന്താണ് ഡെൻസിറ്റി, എന്താ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്നൊക്കെ നമുക്കറിയാം. ഞാൻ അതൊന്നും പറയുന്നില്ല. ഡെൻസിറ്റി ഓർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് കെൻ ബി ഡിറ്റർമൈൻഡ് ബൈ പൈക്നോമീറ്റർ ഓർ ഹൈഡ്രോമീറ്റർ ഓർ ലാക്ടോമീറ്റർ. ഇപ്പൊ ഇത്രയും ഡിവൈസസിന്റെ പേരും കൂടി ഓർക്കാം. നമുക്ക് എങ്ങനെയൊക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമൈൻ ചെയ്യാം അല്ലെങ്കിൽ ഡെൻസിറ്റി ഡിറ്റർമൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ന എക്യുപ്മെന്റ്സ് അവൈലബിൾ ആണ്. ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്റർ, പൈക്നോമീറ്റർ. Then when you compare the heaviness of milk and water, milk is heavier than water. Obviously heavy ആയിരിക്കും, കാരണം കൂടുതൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. വാട്ടറിന്റെ കൂടെ മറ്റു കോൺസ്റ്റിറ്റ്യൂവൻസ് കൂടി ഉണ്ട്. അതുകൊണ്ട് മിൽക്ക് മോർ ഹെവിയർ ആണ് വെള്ളത്തിനെക്കാട്ടിലും. Then let's see the specific gravity of cow milk and buffalo milk. Important ആണ്. 1.028 to 1.030 ആണ് കൗ മിൽക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ബഫലോ മിൽക്കിൻ്റെത് 1.030 to 1.032 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഇസ് ലോവേർഡ് ബൈ അഡീഷൻ ഓഫ് വാട്ടർ ആൻഡ് ക്രീം ആൻഡ് ഇൻക്രീസ്ഡ് ബൈ ദ അഡീഷൻ ഓഫ് സ്കിം മിൽക്ക് ഓർ റിമൂവൽ ഓഫ് ഫാറ്റ്. ഓക്കെ, നമ്മൾ ഈ മിൽക്കിൽ പലപ്പോഴും വെള്ളമൊക്കെ അഡൾട്ടറന്റ് ആയിട്ട് ആഡ് ചെയ്യാറുണ്ട്. വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഉണ്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതിന്റെ ഫാറ്റ് കണ്ടന്റും സ്പെസിഫിക് ഗ്രാവിറ്റിയും SNF ഒക്കെ കുറയും. അതുപോലെ ഇപ്പൊ സ്കിം മിൽക്ക് ഉണ്ടെങ്കിൽ അവിടെയും സ്കിം മിൽക്ക് കണ്ടന്റ് ഒക്കെ അഡൾട്ടറന്റ് ആയിട്ട് വന്ന ഫാറ്റ് ഒക്കെ കുറയും. അപ്പൊ നമുക്ക് ഈ ഒരു ഫാറ്റ്, ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റി ഒക്കെ നമുക്ക് അഡൾട്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ലോവറിങ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്കല്ല അഡൾട്രേഷൻ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാം ഈ ഒരു കോൺസെപ്റ്റ്. Then though specific gravity varies with temperature, the rate of this variation is not uniform. Okay, density of milk varies in the range of, okay, that's all. കൗ മിൽക്ക് പറഞ്ഞു, ബഫലോ മിൽക്ക് പറഞ്ഞു. ഡെൻസിറ്റി റേഞ്ച് കൂടി പഠിക്കാട്ടോ. 1.027 to 1.033 kg/cm³ at 20 ഡിഗ്രി സെൽഷ്യസ്. ആ ഒരു വാല്യൂസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. ഡെൻസിറ്റിന്റെ വാല്യൂ, അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി കൗ മിൽക്കിന്റെ ബഫലോ മിൽക്കിന്റെ. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ആ ഒരു 3 ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്റർ, പൈക്നോമീറ്റർ എന്ന് പറയുന്ന ടേംസ്, ആ ഒരു പേരുകളും പഠിച്ചു വെക്കാം. Now let's go on to viscosity.
വിസ്കോസിറ്റി നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഇസ് എ ഫ്ലോ പ്രോപ്പർട്ടി ആണ്. ഇറ്റ്സ് എ റെസിസ്റ്റൻസ് ടു ഫ്ലോ. വിസ്കോസിറ്റി ഓഫ് മിൽക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ ലിക്വിഡ്സിന്റെ വിസ്കോസിറ്റി കുറയും അല്ലെ. സോ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ വിസ്കോസിറ്റി എന്താണെന്നുള്ളത് പഠിക്കുക. വിസ്കോസിറ്റി ഓഫ് ഹോൾ മിൽക്ക് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ഇസ് അബൌട്ട് 2.0 സെന്റിപോയ്സ്. ആ ഒരു വാല്യൂ പഠിക്കുക. 2.0 സെന്റിപോയ്സ് ആണ് 25 ഡിഗ്രി സെൽഷ്യസിലെ മിൽക്കിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ടെമ്പറേച്ചറിലാകുമ്പോൾ വിസ്കോസിറ്റി കൂടും, ടെമ്പറേച്ചേഴ്സ് കൂടിക്കഴിഞ്ഞാൽ വിസ്കോസിറ്റി കുറയും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. Now we have got surface tension. Surface tension current is the force per unit length. So milk has a surface tension of 50 dynes per centimeter at 20 degree Celsius. ആ ഒരു വാല്യൂ പഠിക്കാനുണ്ട്. Then the freezing point of milk. Freezing point of milk mainly നമ്മൾ യൂസ് ചെയ്യുന്നത് again added water ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് freezing point apply ചെയ്യാം. Lowering of freezing point is an indication of addition of water. Milk freezes at temperature slightly lower than water due to the presence of soluble vitamins. ഫ്രീസിംഗ് പോയിന്റ് വാല്യൂ പഠിക്കാനുണ്ട് കൗ മിൽക്കിന്റെയും ബഫലോ മിൽക്കിന്റെയും. കൗ മിൽക്കിന് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0.54 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബഫലോ മിൽക്കിന്റെ 0.55 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെഗറ്റീവ് വാല്യൂ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി സ്ലൈഡില് -0.54 ആൻഡ് -0.55 സ്ലൈഡിൽ സ്കിപ്പ് ആയി പോയിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാട്ടോ. Then we've got boiling point of milk which is 100.17 ഡിഗ്രി സെൽഷ്യസ്. നമ്മുടെ വാട്ടറിനെക്കാട്ടും ചെറുതായിട്ട് കൂടുതലാണ്, വെരി സ്മോൾ പെർസെന്റേജിൽ 100.17. ചില ടെക്സ്റ്റ് ബുക്സിൽ 100.2 എന്ന് കാണാം, 101 കാണാം. നിങ്ങൾ ഈ ഒരു റേഞ്ച് പഠിച്ചു വെക്കാം കേട്ടോ. ഈ 100.2 ആ ഒരു റേഞ്ചിലുള്ളത് കണ്ടാൽ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യാം. എക്സാക്ട് വാല്യൂ നോക്കുകയാണെങ്കിൽ 100.17 എന്നാണ് മോസ്റ്റ് ബുക്സിൽ കാണാം. 100.2 എന്ന് പഠിച്ചാലും ഓക്കെ. Then we've got the color of milk. Already നമ്മൾ പറഞ്ഞു, കെസീന്, ഫാറ്റ് ഗ്ലോബ്യൂൾസ്, കെരോട്ടീൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബഫലോ മിൽക്കിന് വൈറ്റ് കളർ ആണെന്ന് പറഞ്ഞു. കൗ മിൽക്കിന് ലൈറ്റ് യെല്ലോ കളർ ആണ്. വെയിൽ ഞാൻ പറഞ്ഞ ഒരു ഗ്രീനിഷ് കളർ ഉണ്ട്. സ്കിം മിൽക്കിന് ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളർ ഉണ്ട്. അപ്പൊ ആ ഒരു കളർ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി എടുത്തിട്ടു എന്നേ ഉള്ളൂ. ഓരോരോ മിൽക്കിന്റെയും കളർ കാര്യങ്ങൾ, റീസൺ ഫോർ കളർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. Now moving on to flavor. ഫ്ലേവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഓർഡർ, അതിന്റെ ഒരു സ്മെല്ലും ടേസ്റ്റും കാര്യങ്ങളും രണ്ടിനെയും കൂടിയാണ് നമ്മൾ ഫ്ലേവർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഗോട്ട് സ്വീറ്റിഷ് ടേസ്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലാക്ടോസ്. നമ്മുടെ മിൽക്ക് ഷുഗർ ആയിട്ടുള്ള ലാക്ടോസ് ഉള്ളത് കൊണ്ട് നമുക്കറിയാൻ ഒരു സ്വീറ്റിഷ് ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. ദെൻ ചെറിയ amount ഓഫ് മിനറൽസ് ഉണ്ട് നമ്മൾ പഠിച്ചു. ഈ മിനറൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഗോട്ട് എ സോൾട്ടി ടേസ്റ്റ്. ഓക്കെ, ചെറിയൊരു ഉപ്പ് ചുവയും കൂടെ ഉണ്ട് മിൽക്കിന്, കാരണം അതിൽ മിനറൽസ് പ്രസന്റ് ആണ്. The fat, fatty acids and phospholipids also contribute to the flavor. The off flavors are very quickly developed in milk owing to several factors. നമുക്കറിയാലോ, നമ്മൾ ചെറിയൊരു അൺഹൈജീനിക് ആയിട്ട് തന്നെ മിൽക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ പെട്ടെന്ന് ഓഫ് ഫ്ലേവേഴ്സ് ഡെവലപ്പ് ആവും. നമ്മളിപ്പം തൈരൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറിയൊരു എന്തെങ്കിലും ഒരു വൃത്തികേട് അതിലുണ്ടെങ്കിൽ പെട്ടെന്ന് അത് സ്പോയിലേജ് സംഭവിക്കും, അല്ലെങ്കിൽ ഓഫ് ഫ്ലേവർ വരും. പാലിന്റെ കേസിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ പാത്രത്തിൽ തന്നെ പാൽ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ഒരു ഓഫ് ഫ്ലേവർ ഉണ്ടെന്ന്. സോ അതുപോലത്തെ വളരെ സെൻസിറ്റീവ് ആണ് മിൽക്ക് എന്ന് പറയുന്നത്. There are several factors that give off flavor to the milk. The feed consumed by animal may lead to some undesirable flavor. ചില പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും അത് ആ ഒരു ബ്രീഡ് തരുന്ന പാലിന് ചില ഓഫ് ഫ്ലേവേഴ്സ് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻ മിൽക്ക് കോസസ് ഫ്രൂട്ടി, ബാണി, മാൾട്ടി ഓർ ആസിഡ് ഫ്ലേവേഴ്സ്. ഓക്കെ, ബാക്ടീരിയന്റെ പ്രസൻസും ഇതുപോലത്തെ ഓഫ് ഫ്ലേവേഴ്സ് തരാറുണ്ട്. എൻസൈം ആക്ടിവിറ്റി also may lead to unnatural flavors, rancidity due to lipase action being a classic example. Okay, നമുക്കറിയാം റാൻസിഡിറ്റി പലപ്പോഴും ഒരു, ഞാൻ നേരത്തെ നിങ്ങളോട് എന്തോ പറഞ്ഞു ഗീക്ക് ഒരു റാൻസിഡ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്, അതിൽ മോയ്സ്ചർ ഉണ്ടെങ്കിൽ. സോ അങ്ങനത്തെ എൻസൈം ആക്ടിവിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ റാൻസിഡിറ്റിയും ഓഫ് ഫ്ലേവേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് അപ്പോഴും ഉണ്ട്. ഓക്സിഡേറ്റീവ് റിയാക്ഷൻ can cause a cardboard flavor in milk. Processing of milk may produce cooked flavor. സോ ഇത്രയും കാര്യങ്ങളാണ് ഫ്ലേവർ റിഗാർഡിംഗ് ആയിട്ട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ പറയാനുള്ളത്. കുറേ വാല്യൂസ് നമ്മൾ ഇതുവരെ പഠിച്ചു. അതിൽ നിങ്ങൾ റിപ്പീറ്റഡ് റിവിഷൻ മാത്രമേ നിങ്ങൾ ഓർത്തിരിക്കാൻ ഒരു വഴിയുള്ളൂ. സ്റ്റാർട്ടിങ് ഫ്രം ദ കോമ്പോസിഷൻ ഓഫ് മിൽക്ക്, വാട്ടറിന്റെ പെർസെന്റേജും SNF പെർസെന്റേജ്, ഡ്രൈ മാറ്റർ പെർസെന്റേജ്, ഫാറ്റ്, പ്രോട്ടീൻ, ആഷ്, ലാക്ടോസ് കണ്ടന്റ്സ് അതൊക്കെ നിങ്ങൾ പഠിക്കുക. കാൽഷ്യം ടു ഫോസ്ഫറസ് റേഷ്യോ 1:2 ആണെന്നുള്ളത് പഠിക്കുക. പിന്നെ കൗ മിൽക്കിന്റെയും ബഫലോ മിൽക്കിന്റെയും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. ഞാൻ സ്ലൈഡ് ആഡ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാനത് പിന്നീട് നോട്ട്സ് തരുമ്പോൾ ഞാൻ അതുകൂടി ആഡ് ചെയ്തിട്ട് തരാം.
ലൈക്ക് നമ്മളെ കൗ മിൽക്കിലാണെങ്കിൽ 86% വാട്ടർ ആണ്, ബഫലോ മിൽക്കിലാണെങ്കിൽ 84% ആണ് വാട്ടർ. പ്രോട്ടീൻ കണ്ടന്റ് ഞാൻ ആദ്യം ജസ്റ്റ് കൗ മിൽക്കിന്റെ കാര്യങ്ങൾ പറയാം. വാട്ടർ ഇസ് 86%, പ്രോട്ടീൻ ഇസ് 3.4%, ഫാറ്റ് 4.6%, ലാക്ടോസ് 4.9%, ആഷ് 0.7%. അതുപോലെ ബഫലോ മിൽക്കിലാണെങ്കിൽ വാട്ടർ 84%, പ്രോട്ടീൻ 3.9%, ഫാറ്റ് 6.6%, ലാക്ടോസ് 5.2%, ആഷ് 0.8%. ഓക്കെ, അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഇതിൽ തന്നെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇമ്പോർട്ടന്റ് ആണ് കൗ മിൽക്കിന്റെയും ബഫലോ മിൽക്കിന്റെയും ആ ഒരു ഡിഫറൻസും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ രണ്ട് കാര്യങ്ങളും ഐസ്ക്രീമും ഗീയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ഇനിയും പഠിക്കും, അതും കൂടി ഒന്ന് പഠിച്ചു പോവുക. 10% ഫാറ്റ് ആൻഡ് 36% സോളിഡ് ഇൻ ഐസ്ക്രീം. അതുപോലെ ഗീയില് 99.5% ഫാറ്റ് ആണ്, 0.5% മോയിസ്ചർ എന്നുള്ള കാര്യം പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് മിൽക്ക്, മിൽക്ക് ഷുഗർ, മിൽക്ക് പ്രോട്ടീൻ കാര്യങ്ങൾ, വേ പ്രോട്ടീൻസ് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വൈറ്റമിൻസ് ഏറ്റവും കുറവായിട്ടുള്ളത് വൈറ്റമിൻ സി, വൈറ്റമിൻ സി ഇല്ലാത്തതുള്ളൂ. അതുപോലെ അയേൺ ഇല്ലാത്ത രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം. ഉള്ളത് മാത്രം പഠിച്ചാൽ പോരാ, ഇല്ലാത്ത കാര്യങ്ങളും കൂടി ഓർമ്മ വേണം. മിനറൽസ് ഏകദേശം എല്ലാ മിനറൽസും ഉണ്ടെന്നും മൈക്രോ എലമെന്റ്സ് ആയിട്ടുള്ളത് ഏതൊക്കെയാന്നൊക്കെ പഠിച്ചു. പ്രോപ്പർട്ടീസ് പഠിച്ചു. pH പഠിച്ചു, ഡെൻസിറ്റി, ഇതിന്റെയൊക്കെ വാല്യൂസ് കുറെ വാല്യൂസ് ഉണ്ട്. അതൊക്കെ പ്രത്യേകം നിങ്ങൾ ഒരു പേപ്പറിൽ എല്ലാ വാല്യൂസും എഴുതി വെക്കുക, റിവൈസ് ചെയ്യുക. വിസ്കോസിറ്റി 2 സെന്റിപ്പോയിസ്, അതുപോലെ ഇതിന്റെ യൂണിറ്റ്സും പഠിക്കണം. 2 ആണെന്ന് പഠിച്ചു പോകരുത്, 2 എന്താണെന്നുള്ളത് കൂടി പഠിക്കാം. 2 സെന്റിപ്പോയിസ് ആണ്. അതുപോലെ സർഫസ് ടെൻഷൻ 50 ആണ്. ഫ്രീസിംഗ് പോയിന്റ് ഈ സ്ലൈഡിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, -0.54 -0.55 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബോയിലിംഗ് പോയിന്റ് 100.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. കളർ ഓഫ് മിൽക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫ്ലേവർ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ കവർ ചെയ്തത്. ഫസ്റ്റ് ടോപ്പിക് ആണെങ്കിലും വളരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് ഉള്ള ഒരു ഏരിയ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടി മാത്രം. നിങ്ങൾ തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ചോദിക്കാം. ഇഫ് യു ആർ ഏബിൾ ടു ആൻസർ, യു കെൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിരിക്കുന്നത്, the percentage of water content in cow milk. Just try to answer by your 87%. 7. Correct. ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾക്ക് അതൊരു ഇപ്പൊ തന്നെ നിങ്ങൾ അത് പഠിച്ചു എന്ന് തോന്നുന്നു. വെരി ഗുഡ്. Now, the percentage of dry matter content in normal cow milk. 12.5. 12.5. Okay, 12.5 അല്ലെങ്കിൽ 12.75 എന്ന് കണ്ടാൽ അതാണ്. Okay. 12.5. Correct answer. Very good. Now, percentage of water in buffalo milk. ഞാൻ ഈ ടേബിൾ നിങ്ങൾക്ക് തരാം. ഇപ്പം ഞാൻ ഏകദേശം വാട്ടറിന്റെ ഒരു റേഞ്ച് പറഞ്ഞത് വെച്ചിട്ടൊന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 80 to 85%. Yes, 80 to 85% ആണ്. Yes, very good. Percentage of water in buffalo milk. Okay, നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ. Now, the principal protein in milk. ആൽബുമിൻ ആണോ, ലാക്റ്റാൽബുമിൻ, കെസീൻ ആണോ, ലാക്ടോഗ്ലോബുലിൻ ആണോ? Casein. 80% casein. Yes, കെസീൻ. Percentage of mineral matter in milk is about എത്രയാണ്? ലെസ് ദാൻ 1% ചില ടെക്സ്റ്റ് ബുക്സിൽ കാണാം. സ്പെസിഫിക് ആയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ 0.7% ആണ് ഇവിടെ ആൻസർ. ഓക്കെ, ലെസ് ദാൻ 1 ചില സമയത്ത് നിങ്ങൾ ലെസ് ദാൻ 1% എന്ന് കാണാം, അതും ശരിയാണ്. ഇവിടെ 0.7% ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അത് സെലക്ട് ചെയ്യാം. ആൻസർ വിൽ ബി 0.7%. ഓക്കെ, പെർസെന്റേജ് ഓഫ് മിനറൽ മാറ്റർ ഇൻ മിൽക്ക് 0.7. ആരോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തോ ചോദിച്ചോ? Okay, next question. Whey is the byproduct in the manufacture of? ഏതാണ്? സ്കിം മിൽക്ക് ആണോ, ബട്ടർ ആണോ, ചീസ് ആണോ, യോഗേർട്ട് ആണോ? ചീസ്. നമ്മളിത് ഈ കോൺസെപ്റ്റ് നമ്മൾ ഇനിയും പഠിക്കാനുണ്ട്. അതെ, ചീസ് ആണ് ആൻസർ. ഒരുപാട് നിങ്ങൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ആൻസേഴ്സും പറയുന്നുണ്ട്. വെരി ഗുഡ്. ലാക്ടോസ് ഇസ് ഡൈസാക്രൈഡ് കണ്ടെയ്നിങ് ഏതൊക്കെയാണ്?
Glucose and galactose. Yes, glucose and galactose. Galactose. Yes, milk is an emulsion of. കുറേ പ്രാവശ്യം ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞതാണ്. Which is the answer? Oil in water. Oil in water. Oil in water. Yes, Water. milk is an emulsion of oil in water. Water. Now, the specific gravity of milk fat at 21 degrees Celsius. എത്രയാണ്? 0.93 ആണ്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഫാറ്റ് എന്ന് പറയുന്നത് 0.93 ആണ്. നമുക്ക് സ്കിം മിൽക്കിന്റെയും മിൽക്കിന്റെ ഒക്കെ സ്പെസിഫിക് ഗ്രാവിറ്റീസ് പഠിക്കാനുണ്ട്. ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഹോമോജനൈസേഷനും ബാക്കി ടോപ്പിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇത് പിന്നെയും വരും. എനിവേ ഇപ്പൊ ഇത് ഇവിടെ പഠിച്ചു പോവാം. മിൽക്ക് ഫാറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0.93 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ആൻസർ ചെയ്ത സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഉണ്ടോ? യൂണിറ്റ് ഇല്ല. യൂണിറ്റ് ഇല്ല. എന്തുകൊണ്ടാണ് യൂണിറ്റ് ഇല്ലാത്തത്? ഡിവിഷൻ ആയതുകൊണ്ട് യൂണിറ്റ് കട്ടായി പോകും. എന്താണ്? ഡെൻസിറ്റിന്റെ റേഷ്യോ അല്ലേ, കട്ടായി പോകും. അതെ, റേഷ്യോ ഡെൻസിറ്റിന്റെ സെയിം യൂണിറ്റിന്റെ റേഷ്യോ ആണ്. അതുകൊണ്ട് അതിനൊരു യൂണിറ്റ് ഇല്ല. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ദെൻ യെല്ലോ കളർ ഓഫ് മിൽക്ക് ഫാറ്റ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വൈറ്റമിൻ ഡി ആണോ, കെരോട്ടിനോയിഡ് ആണോ, കാൽഷ്യം ആണോ, ഫോളിക് ആസിഡ് ആണോ? അതെ അതെ, യെസ്. കെരോട്ടിനോയിഡ് ഇസ് എ പ്രീകഴ്സർ ഓഫ് വിച്ച് വൈറ്റമിൻ? വൈറ്റമിൻ എ. വൈറ്റമിൻ എ അല്ല, വൈറ്റമിൻ എ ആണ് കേട്ടോ. ആരൊക്കെയോ പറഞ്ഞു, 1-2 പേര് പറഞ്ഞു തോന്നുന്നു വൈറ്റമിൻ എ. ദെൻ വാട്ട് ഇസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മിൽക്ക്? -0.55. -0.55. -0.55 degrees Celsius. Good. The average boiling point of milk? 101. 102. Yes, 100. Okay, 100 to 100.1 എന്നുള്ള ആൻസർ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മള് 100.17, 100.2 എന്നൊക്കെ കണ്ടു. ഇവിടെ ഒരു ഏറ്റവും നിങ്ങളിപ്പോ അങ്ങനെ സ്പെസിഫിക് ആയി പഠിച്ചു പോയാലും നിങ്ങൾ ഒരു റേഞ്ച് കാണുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, 100 to 101 degrees Celsius. Now, the average specific gravity of normal whole milk at 16 degrees Celsius. 0.9. മുന്നേ നമ്മളൊരു സ്പെസിഫിക് ഗ്രാവിറ്റി ചോദിച്ചു, ഏതിന്റെ ആയിരുന്നു? ഫാറ്റിൻ്റെത്. അവിടെ നമ്മൾ പഠിച്ചു 0.93 ആണെന്ന്, ഓർമ്മയില്ലേ? മിൽക്ക് ഫാറ്റിന്റെ ആണ്. ഹോൾ മിൽക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ആൻസർ? 1.032. യെസ്, വെരി ഗുഡ്. 1.032 ആണ്. ഓക്കെ, അവിടെ നമ്മൾ പഠിച്ചത് 0.93 മിൽക്ക് ഫാറ്റിൻ്റെത്. അതുപോലെ ഇവിടെ നമ്മൾ നോക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് നോർമൽ ഹോൾ മിൽക്ക് ആണ് 1.032. യെസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ നമ്മൾ മുന്നെടുത്ത ടോപ്പിക്കിലോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ?